Find a vector and Cartesian equation of the line passing through a 1, 2, minus 7 and parallel to the line 5x minus 25 equal to 14 minus 7y equal to 35z. വെക്ടർ ഇക്വേഷൻ വേണം, കാർട്ടീഷ്യൻ ഇക്വേഷൻ വേണം. നമുക്ക് അറിയാവുന്നതാണ് വെക്ടർ ഇക്വേഷൻ എന്താണ്, ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ഓക്കെ, അപ്പൊ അവിടെ പോയിന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് പോയിന്റ്? 1, 2, minus 1. അപ്പൊ എന്തായിരിക്കും വരിക? 1i plus 2j minus k plus lambda into ഇതിന്റെ ഡയറക്ഷൻ. ഇപ്പൊ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇപ്പൊ ഡയറക്ഷൻ കണ്ടെത്താൻ ക്വസ്റ്റ്യൻ തന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 5x minus 25 equal to 14 minus 17y equal to 35z. ഇതിനോട് പാരലൽ ആണ്. അപ്പൊ ഇതിന്റെ സെയിം ഡയറക്ഷൻ റേഷ്യോ ആയിരിക്കും നമുക്ക് കണ്ടെത്തേണ്ട ഈ ലൈന്റെയും ഡയറക്ഷൻ റേഷ്യോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം x മൈനസ് x1 ബൈ a ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ c. ഈ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഇവിടുന്ന് 5നെ പുറത്തേക്ക് എഴുതി. 5 പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ 5 ഇൻറ്റു എക്സ് മൈനസ് 5. ഇതില് 14 പുറത്തേക്ക് എഴുതി. 14 മൈനസ് 7y എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അവിടെ 7 പുറത്തേക്ക് എഴുതി. 7 ഇൻറ്റു നമുക്ക് y പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് -7 പുറത്തേക്ക് എഴുതാം. -y ഇൻറ്റു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ y പോസിറ്റീവ് ആകും, ഇവിടെ നെഗറ്റീവ് വരും. ഓക്കെ, വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് നോക്കിയാൽ മതി. -7 ഇൻറ്റു y -7y -7 ഇൻറ്റു -2 പ്ലസ് 40. ഇനി ഇവിടെ 35നെയും പുറത്തേക്ക് എഴുതി. 35 ഇൻറ്റു z. ഓക്കെ, ഇനി 5നെ താഴേക്ക് മാറ്റണം. നമ്മൾ ഇക്വേഷൻ x മൈനസ് x1 ഡിവൈഡഡ് ബൈ a. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, x മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 അല്ല എഴുതുക, ഡിവൈഡഡ് ബൈ 1/5 എങ്കിലാണ് അത് റെസിപ്രോക്കൽ ആയി പോയി മുകളിലുള്ള 5 ഇൻറ്റു എക്സ് മൈനസ് 5നോട് ഈക്വൽ ആയി വരിക. അപ്പൊ ഈ 5 താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് റെസിപ്രോക്കൽ ആയിട്ടാണ് താഴേക്ക് ഇറങ്ങുക, ഡിവൈഡഡ് ബൈ 1/5. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? y മൈനസ് 2 ഡിവൈഡഡ് ബൈ -1/7. ഇനി z മൈനസ് 0.0 ആണ്, z കൂടെ വേറെ ഒന്നുമില്ല. 35 താഴേക്ക് ഇറങ്ങുന്നതായിരിക്കും 1/35. നമുക്ക് ഡയറക്ഷൻ റെഡിയായി. ഇതാണ് ഈ ഒരു ലൈനിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ലാംഡ ഇൻറ്റു 1/5i മൈനസ് 1/7j പ്ലസ് 1/35k. ഇതാണ് വെക്ടർ ഇക്വേഷൻ. ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരിക്കും? ഇതേ രീതി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും കാർട്ടീഷ്യൻ ഇക്വേഷൻ വരിക? എക്സ് മൈനസ് ഗിവൺ പോയിന്റ് ആരാണ്? 1, y മൈനസ് ഗിവൺ പോയിന്റ് 2, z മൈനസ് -1 ഗിവൺ പോയിന്റ് -1 അവിടെ z പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഡയറക്ഷൻ റേഷ്യോസ് എന്തൊക്കെയാണ്? 1/5 മൈനസ് 1/7 മൈനസ് 1/7 ഇവിടെ ഡിവൈഡ് ബൈ 1/35. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്റർ ത്രൂ ഔട്ട് 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈമിനെയും എന്ത് ചെയ്യാം? ഇൻറ്റു 35 ഇൻറ്റു 35 ഇൻറ്റു 35 ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? എക്സ് മൈനസ് 1/35/5 എന്താണ്? 7. y മൈനസ് 2/35/7 എന്താണ്? 5 -5 ഈക്വൽ ടു z പ്ലസ് 3. 35/35 എന്താണ്? 1. ഈ രീതിയിലും വേണമെങ്കിൽ അതിനെ മാറ്റി എഴുതാം.